ഹലോ മക്കളെ, നമസ്തേ. ഇന്ന് നമ്മൾ ഇക്കായി തീൻ, നമ്മുടെ ഇക്കായി തീൻ്റെ പേരെന്തായിരുന്നു? താനാബാന അല്ലേ? അതിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ചലേം എന്ന് പറയുന്ന ഒരു കഹാനിയാണ് ഇന്ന് മിസ് എടുക്കാനായി പോകുന്നത്. ഇത് ആരുടെ സ്റ്റോറിയാണ്? കഹാനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റോറിയാണ്. സാരിക ടാക്കൂർ എന്ന് പറയുന്ന റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. ചലേം എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് പേര്, ഒരാൾ സ്കൂട്ടി ഓടിക്കുന്നുണ്ട്, ഒരാൾ സൈക്കിൾ ഓടിക്കുന്നുണ്ട് അല്ലേ? ഇത് സ്കൂട്ടി ഓടിക്കുന്നത് ആ സൈക്കിൾ ഓടിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഈ സൈക്കിൾ ഓടിക്കുന്ന കുട്ടിയുടെ പേര് ടുക്കു എന്നാണ്. ടുക്കുവിൻ്റെ അമ്മയാണ് സ്കൂട്ടി ഓടിക്കുന്നത്. ഓക്കെ, ടുക്കു കൈ ദിൻസെ സൈക്കിൾ കി ജിദ് കർ രഹാ താ. ടുക്കു കൈ ദിൻസെ, ഒരുപാട് ദിവസങ്ങളായിട്ട് സൈക്കിൾ കി ജിദ് കർ രഹാ താ, സൈക്കിൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശാഠ്യം പിടിച്ചിരുന്നു. ടുക്കു ഹാഡ് ബീൻ ഇൻസിസ്റ്റിംഗ് ഓൺ എ ബൈസിക്കിൾ ഫോർ മെനി ഡേയ്സ്. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ അവർ അപ്പിനെ ലിയെ ഏക്ക് സ്കൂട്ടി ഖരീദിലി. അപ്പോൾ ഇവളിങ്ങനെ സൈക്കിൾ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്ത് ചെയ്തു? ടുക്കുവിന് വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. കൂടെ തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടിയും ഖരീദിലി എന്ന് പറഞ്ഞാൽ വാങ്ങി. അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ, അമ്മ ടുക്കുവിന് വേണ്ടിയിട്ട് സൈക്കിളും, അപ്പിനെ ലിയെ തനിക്ക് വേണ്ടിയിട്ട് ഏക്ക് സ്കൂട്ടി ഖരീദിലി, ഒരു സ്കൂട്ടിയും വാങ്ങിച്ചു. അമ്മ ബോട്ട് എ ബൈസിക്കിൾ ഫോർ ടുക്കു ആൻഡ് എ സ്കൂട്ടർ ഫോർ ഹെർസെൽഫ്. पर आपको तो സ്കൂട്ടി ചലാനാ नहीं മാതാ. അപ്പോൾ ടുക്കുവിനെ അമ്മാസിയെ പൂച്ച. അപ്പോൾ ഇങ്ങനെ സ്കൂട്ടർ വാങ്ങിച്ച സമയത്ത് ടുക്കു അമ്മേനോട് പറയുകയാണേ, നിങ്ങൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ലല്ലോ. ടുക്കു ആസ്ക്ഡ് അമ്മേനോട് ചോദിച്ചു. ബട്ട് യു ഡോണ്ട് നോ ഹൗ ടു റൈഡ് എ സ്കൂട്ടർ. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? തുമേ ബി തോ സൈക്കിൾ ചലാനാ നെഹി മാതാ. അപ്പോൾ നിനക്ക് സൈക്കിൾ ഓടിക്കാനും അറിയില്ലല്ലോ. അമ്മാനെ കഹ. അമ്മ അതിന് മറുപടി ആയിട്ട് എന്താ പറഞ്ഞത്? അമ്മയോട് അവൾ ചോദിച്ചു, നിങ്ങൾക്ക് സ്കൂട്ടി ഒന്നും ഓടിക്കാൻ അറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്താണ് റീപ്ലൈ കൊടുത്തത്? തുമേ ബി, നിനക്കും സൈക്കിൾ ചലാന, സൈക്കിൾ ഓടിക്കാൻ നെഹി മാതാ, അറിയില്ലല്ലോ. യു ഡോണ്ട് നോ ഹൗ ടു റൈഡ് എ ബൈസിക്കിൾ എയ്തോ. മേംനെ സീക്ക് ലൂങ്ക ധീരെ ധീരെ. അപ്പോൾ ടുക്കു എന്താണ് മറുപടി കൊടുത്തത്? മേംനെ സീക്ക് ലൂങ്ക, ഞാൻ പഠിക്കും. ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ സ്ലോലി സ്ലോലി. ടുക്കു പറഞ്ഞു. ഐ വിൽ ലേൺ ഇറ്റ് സ്ലോലി, ടുക്കു സെഡ്. മേം ബി സീക്ക് ലൂങ്ക ധീരെ ധീരെ. അപ്പോൾ അമ്മയും അവളുടെ കൂടെ പറഞ്ഞു, ഞാനും എന്ത് ചെയ്യും? സ്കൂട്ടർ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും? പഠിക്കും. അമ്മ ഹസ്തേ ഹുയേ പോലെ, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഐ വിൽ ഓൾസോ ലേൺ ഇറ്റ് ഗ്രാജുവലി, അമ്മ സെഡ് വിത്ത് എ സ്മൈൽ. ഉസ് രാത് ദോനോം കോ നീന്തിന ആയി. ആ രാത്രി രണ്ടുപേർക്കും ഉറക്കം വന്നില്ല. ബോത്ത് ഓഫ് ദം കുഡ് നോട്ട് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. അല്ലേ, നമ്മളങ്ങനെയല്ലേ? നമുക്കൊരു നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കൊരു പുതിയ ബൈസിക്കിൾ, നിങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ എനിക്ക് ബൈസിക്കിൾ വാങ്ങിക്കണം, എനിക്ക് സൈക്കിൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് അവസാനം ഒരു സൈക്കിൾ വാങ്ങിച്ചു തന്നാൽ അത് ആ ദിവസം ആ സൈക്കിൾ വാങ്ങിച്ചു തന്ന ആ രാത്രി നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? ഇല്ല. അത് ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യും? പിറ്റേന്ന് രാവിലെ അത് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച് നമുക്ക് ഉറക്കം വരില്ല. അതേപോലെ അമ്മയ്ക്കും നമ്മുടെ ടുക്കുവിനും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അമ്മ ആദ്യമായിട്ടാണ് സ്കൂട്ടർ ഓടിക്കാൻ പോകുന്നത്, ഇവൾ ആദ്യമായിട്ടാണ് സൈക്കിൾ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടുപേർക്കും അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അത് കാരണം രണ്ടുപേർക്കും അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. സുബഹ് ടുക്കുവിനെ അപ്പിനി സൈക്കിൾ നിക്കാലി. രാവിലെ ടുക്കു എന്ത് ചെയ്തു? സൈക്കിൾ പുറത്തേക്ക് എടുത്തു. അമ്മാനെ അപ്പിനി സ്കൂട്ടി, കൂടെ അമ്മയുടെ സ്കൂട്ടറും പുറത്തേക്ക് എടുത്തു. ഇൻ ദ മോർണിംഗ് ടുക്കു ടുക്ക് ഔട്ട് ഹിസ് സൈക്കിൾ ആൻഡ് അമ്മ ടുക്ക് ഔട്ട് ഹെർ സ്കൂട്ടി. ജ്യാദാ ദൂർ മത് ജാന, അമ്മാനെ ടുക്കുക്കോ സംശയ. അമ്മ പറയണേ, ഒരുപാട് ദൂരമൊന്നും പോകരുത് കേട്ടോ എന്ന് അമ്മ ടുക്കുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. ടുക്കുവിനോട് പറഞ്ഞു. ഡോണ്ട് ഗോ ടൂ ഫാർ, അമ്മ അഡ്വൈസർ ടുക്കു. ആ ബി ജ്യാദാ ദൂർ മത് ജാന. അപ്പോൾ അവൾ അതിനൊരു റീപ്ലൈ ആയിട്ട് എന്താ കൊടുത്തത്? നിങ്ങളും ഒരുപാട് ദൂരമൊന്നും പോകരുത് സ്കൂട്ടറുമായിട്ട്. ടുക്കുവിനെ അമ്മാക്കോ സംശയ, ടുക്കു അമ്മയോട് പറഞ്ഞു. യു ടു ഷുഡിൻ ഗോ ടു ഫാർ, നിങ്ങളും ഒരുപാട് ദൂരത്തേക്കൊന്നും പോകരുത്. ടുക്കുവിനെ പഹലി ആദാ പെഡൽ മാര. അപ്പോൾ ടുക്കു എന്താ ചെയ്യുന്നത്? ആദ്യം പ്രസ്ഡ് ദ പെഡൽ പാർഷ്യലി. ടുക്കു എന്ത് ചെയ്തു? ആദാ പെഡൽ മാര എന്ന് പറഞ്ഞാൽ ആദാ മീൻസ് പാർഷ്യലി, പകുതിയായിട്ട്. മാര എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യുക. പെഡൽ നിങ്ങൾക്കറിയില്ലേ, പെഡലാണ്. അവളിങ്ങനെ പ്രസ് ചെയ്തു. ആദാ പെഡൽ മാർത്തേ ഇങ്ങനെ ബൈ പ്രസ്സിങ് പെഡൽ പാർഷ്യലി സീറ്റ് पर बैठने की कोशिश की. അവളിങ്ങനെ സീറ്റിലേക്ക് ഇരിക്കാൻ അവൾ എന്ത് ചെയ്തു? ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ ആ സമയത്ത്
പർ ജൈസെ ഹി വോ സീറ്റ് പർ ബൈട്ട, ഇരുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഹാൻഡിൽ ഗൂമ, അവൾ എന്ത് ചെയ്തു, ഹാൻഡിൽ എന്ത് ചെയ്തു, ടേൺഡ് ദ ഹാൻഡിൽ. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പാവ് പെഡൽ തക്ക് നാ പഹുഞ്ച, അവളുടെ കാല് പെഡലിലേക്ക് എത്തിക്കാൻ കഴിയാഞ്ഞപ്പോൾ ബാലൻസ് ബിക്കട, അല്ലേ, കാല് നമുക്ക് കറക്റ്റായിട്ട് പെഡലിലേക്ക് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ബാലൻസ് കിട്ടുമോ സൈക്കിളിനെ, സൈക്കിൾ എന്താവും, പിന്നെ സൈക്കിൾ ടുക്കു ദോനവും ഗിർപ്പടെ, രണ്ടുപേരും താഴെ വീണു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടുക്കു partially pressed the pedal and she tried to sit on the seat, but soon as he sat on the seat the handle turned. പിന്നെന്താ സംഭവിച്ചത്, his feet couldn't reach the pedals, so her balance was lost. അപ്പോൾ അതുകൊണ്ട് the cycle and Tukku both fell with a thud, ഒരു സൗണ്ടോട് കൂടി, ടടാം എന്ന് പറഞ്ഞുള്ള ഒരു സൗണ്ടോട് കൂടിയിട്ട് രണ്ടുപേരും താഴേക്ക് വീണു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അമ്മ സ്കൂട്ടി ഓടിക്കാൻ ട്രൈ ചെയ്യുവാണ് അല്ലേ. അപ്പോൾ അമ്മയുടെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് പേജിൽ നോക്കിക്കേ. ഉദർ അമ്മ സ്കൂട്ടി സീക്ക് രഹീതി, അമ്മ എന്ത് ചെയ്യുമായിരുന്നു, മീൻ വൈൽ അമ്മ വാസ് ലേണിംഗ് ടു റൈഡ് ഹെർ സ്കൂട്ടർ. സീക്ക് രഹീതി എന്ന് പറഞ്ഞാൽ ലേൺ ചെയ്യാം കേട്ടോ. ഉനോനെ ഹാൻഡിൽ കോ ദോനോം ഹാത്തോം സെ കസ്കർ ദാമ, ഹാൻഡിൽ രണ്ട് കൈകൾ കൊണ്ട് കസ്കർ ദാമ എന്ന് പറഞ്ഞാൽ എന്താ, ടൈറ്റായിട്ട് എന്ത് ചെയ്തു, പിടിച്ചു. എന്താ സംഭവിച്ചേ, ബായെ ഹാത്തോം സെ ബ്രേക്ക് ദബായ, ഇടത് കൈ കൊണ്ട് ആ ബ്രേക്കിൻ്റെ ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ അതും, ദായെ ഹാത്തോം സെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എന്തും പിടിച്ചു, എക്സിലറേറ്റർ ഗുമായ, അത് പ്രസ് ചെയ്തു. അപ്പോൾ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ രണ്ട് ഹാൻഡിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്താവും, അത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും അല്ലേ. സോ അതാണ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്, പർ സ്കൂട്ടി വഹീം ഗഡി രഹി, അതുകൊണ്ട് സ്കൂട്ടി എന്തായി, ഇങ്ങനെ റിമൈൻഡ് സ്റ്റേഷനറി, ഇങ്ങനെ അതിങ്ങനെ അനങ്ങാതെ നിന്നു. കാരണം രണ്ടും ആക്സിലറേറ്ററും രണ്ടും ഒരുമിച്ചാണ് കൊടുത്തത്. സോ നമ്മൾ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ ബ്രേക്കും ഇപ്പുറത്ത് എന്താണ്, നമ്മൾ മൂവ് ചെയ്യിക്കാനുള്ള ആക്സിലറേറ്റർ എന്നാണ് അതിന് പറയല്. അപ്പോൾ ആ ഒരു ഇത് രണ്ടും ഈ കുട്ടി ഈ അമ്മ ഒരുമിച്ച് നല്ലോണം പ്രസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, അതവിടെ അനങ്ങാതെ നിന്നു. അമ്മാനെ ബ്രേക്ക് ചോട് ദിയ, അമ്മ ബ്രേക്ക് വിട്ടു. ബ്രേക്ക് വിട്ടപ്പോൾ എന്താ സംഭവിക്കുക, ബ്രേക്ക് ചോടത്തെ ഹി സ്കൂട്ടി ഉച്ചലി അവർ പിച്ചലി പഹിയെ പർ ഗഡി ഹോ ഗയി. അപ്പം ബ്രേക്ക് വിട്ടപ്പോൾ എന്താ, സ്കൂട്ടി ഉച്ചലി എന്ന് പറഞ്ഞാൽ ചാടി, അവർ പിച്ചലി പഹിയെ ബാക്കിലത്തെ ടയറിൽ ഗഡി ഹോ ഗയി, നിന്നു. ഓക്കെ, but the scooter remained stationary. Then Amma released the brake. As soon as she released it, the scooter jumped and came to the rest on its wheel. അമ്മ और സ്കൂട്ടി ദോനോം ഗിരി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അമ്മയും സ്കൂട്ടറും എന്ത് ചെയ്യും, വീഴും അല്ലേ. അമ്മ ആൻഡ് സ്കൂട്ടർ ബോത്ത് ഫെൽ ടഡാം, എന്താണ് ആ ഒരു സൗണ്ടോട് കൂടി വീണു. ടുക്കു കെ സിർ പർ ഗുമഡ് നിക്കൽ ആയ, ടുക്കുവിൻ്റെ തലയിൽ എന്തായി, ഒരു ഗുമഡ് എന്ന് പറഞ്ഞാൽ ഒരു മുഴ പൊങ്ങി വന്നു. ടുക്കു ഗോട്ട് എ സ്വെൽഡ് അപ്പ് ഓൺ ഹെർ ഹെഡ്. അമ്മാക്കി കോഹിനി അവർ ഗുട്നെ ചിൽ ഗയി. അമ്മാക്കി കോഹിനി അവർ ഗുട്നെ, അമ്മാക്കി കോഹിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാസ് എൽബോസ് ആൻഡ് നീസ് വേർ ചിൽ ഗയി എന്ന് പറഞ്ഞാൽ പൊട്ടി. അമ്മയുടെ കൈമുട്ടും കാൽമുട്ടും ഒക്കെ ചതഞ്ഞു. ഓക്കെ, പൊട്ടിപ്പോയി. രാത്കോ ദോനോ ബിസ്തർ പർ ലേട്ടേത്, അങ്ങനെ രണ്ടുപേരും രാത്രിയായ സമയത്ത് ബിസ്പർ ബെഡിൽ എന്ത് ചെയ്തു, കിടന്നു. ദേ വർ ബോത്ത് ലൈയിങ് ഓൺ ദ ബെഡ്. അപ്പോൾ അമ്മ പറഞ്ഞു അഭിനഹി ചലാവുങ്കി സ്കൂട്ടി. അപ്പോൾ അമ്മ പറയണേ, ഇനി ഞാൻ ഒരിക്കലും സ്കൂട്ടി ഓടിക്കില്ല. ഓക്കെ, ഐ വോണ്ട് റൈഡ് ദ സ്കൂട്ടർ എനി മോർ. ലോക് ഹസ് രഹേദേ മുജേ ഗിർദാ ദേക്കർ, മകളോട് പറയുകയാണ് ഞാൻ ഇനി ഒരിക്കലും ഈ ഒരു സ്കൂട്ടി ഓടിക്കില്ല. കാരണം എന്താണ്, ലോക് ഹസ് രഹേദേ, ആളുകൾ നോക്കി ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുജേ ഗിർദാ ദേക്കർ, ഞാൻ വീണത് കണ്ടപ്പോൾ. പീപ്പിൾ വേർ ലാഫിങ് വെൻ ദേ സോ മീ ഫാൾ. അപ്പോൾ മകൾ എന്താ അതിന് റീപ്ലൈ കൊടുക്കുന്നത്, ഗിർഗയെ തോ ക്യാ, എന്താണ് വീണാൽ എന്താ, മസാത്തോ ആയ, അതൊരു രസമല്ലേ. നമ്മൾ അങ്ങനെയല്ലേ പറയാം. ഇപ്പോൾ നമ്മളെന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അത് പോട്ടെ, ടേക്ക് ഇറ്റ് ഈസി, നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം, അല്ലെങ്കിൽ ഇനി വീഴാതെ നോക്കാം എന്ന് വെച്ച് നമ്മളത് ഉപേക്ഷിക്കണോ എന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ വാട്ട് ഇഫ് ഐ ഫെൽ, ഇറ്റ് വാസ് എ ഫൺ, ടുക്കു സെഡ്. ടുക്കു അങ്ങനെ പറഞ്ഞു. ബാത്ത് തോ സഹി ഹേ, അപ്പോൾ അമ്മക്കും തോന്നി എന്താണ്, ഇറ്റ് ഈസ് എ ഫാക്ട്, അത് ശരിയാണല്ലോ എന്ന് അമ്മക്ക് തോന്നി. സ്കൂട്ടി പർ ബൈറ്റ് കർ മുജേ ലഗാക്കി മേ ഹവാമേ തായി റഹി ഹും. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മ അപ്പോൾ ആ സമയത്ത് പറയുവാണ്, സ്കൂട്ടിയിലിരുന്നപ്പോൾ, സ്കൂട്ടി പർ ബൈറ്റ് കർ എന്ന് പറഞ്ഞാൽ എന്താ, സ്കൂട്ടിയിലിരുന്നപ്പോൾ മുജേ ലഗ, എനിക്ക് തോന്നി, കി മേം ഹവാമേ തായി റഹി ഹും, ഞാൻ കാറ്റത്ത് തായി റഹി എന്ന് പറഞ്ഞാൽ നീന്തുകയാണെന്നേ. സിറ്റിംഗ് ഓൺ ദ സ്കൂട്ടർ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ. ദോനോമിനെ തൈ കിയ, അപ്പോൾ രണ്ടുപേരും ആ സമയത്ത് തീരുമാനിച്ചു, തൈ കിയ എന്ന് പറഞ്ഞാൽ തീരുമാനിച്ച്, कि कल फिर कोशिश करेंगे, നാളെ ഒന്നുകൂടെ ശ്രമിക്കാം. ബോത്ത് ഓഫ് ദം ഡിസൈഡഡ് ടു ട്രൈ അഗൈൻ ടുമാറോ. दोनों एक दूसरे के गले में बाहें डालकर सो गए. दोनों एक दूसरे के गले में, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും
അവരുടെ ഗലയെന്ന് പറഞ്ഞാൽ എന്താ, ആംസിലെ അവരുടെ തോളിലിങ്ങനെ കൈകൾ കോർത്ത് പിടിച്ചിട്ട് പരസ്പരം രണ്ടുപേരും കൈകൾ കോർത്ത് പിടിച്ച് അവർ രണ്ടുപേരും ഉറങ്ങി. ദേ ഫെൽ അസ്ലീപ് വിത്ത് ദർ ആംസ് അറൗണ്ട് വിത്ത് ഈച്ച് അതർ. അമ്മാനെ സപ്ന ദേഖ. അപ്പോൾ അമ്മ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. എന്താ കണ്ടത്? വോ ടുക്കു സ്കൂട്ടി പർ ബിടായെ സ്കൂൾ ചോട്ടനെ ജാ രഹി ഹെ. അവള് ടുക്കുവിനെ സ്കൂട്ടിയിൽ കൊണ്ടാക്കുന്നത് സ്വപ്നം കാണുന്നു. ഓക്കെ. അമ്മ ഡ്രീംഡ് ഓഫ് ഡ്രോപ്പിംഗ് ടുക്കു ഓഫ് അറ്റ് സ്കൂൾ ഓൺ ഹെർ സ്കൂട്ടർ. അല്ലേ, ഏതൊരു അമ്മമാരുടെയും ആഗ്രഹമായിരിക്കും സ്കൂട്ടി എടുത്താലേ ആദ്യമായിട്ട് ചിന്തിക്കുന്ന എന്തായിരിക്കും, അവരുടെ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം എന്ന് ജസ്റ്റ് തിങ്ക് ചെയ്യണം അമ്മ. ഓക്കെ. ഉസീ വക്ത്, അപ്പോൾ ആ സമയത്ത് ടുക്കു ബി ഏക്ക് സപ്ന ദേഖ് രഹാ താ. ടുക്കും ഒരു സ്വപ്നം കാണുന്നു. കി വോ അമ്മാക്കോ സൈക്കിൾ പർ ബിടാക്കർ ബാസാർ ഗുമാ രഹാ ഹെ. അമ്മയെ സൈക്കിളിൽ ഇരുത്തിയിട്ട് ബാസാർ മാർക്കറ്റ് മുഴുവൻ കറങ്ങുന്നത് നമ്മുടെ ടുക്കുവും സ്വപ്നം കാണുന്നു. ഓക്കെ. അറ്റ് ദ സെയിം ടൈം ടുക്കു ഡ്രീംഡ് ഓഫ് ടേക്കിംഗ് അമ്മ അറൗണ്ട് ദി മാർക്കറ്റ് ഓൺ ഹെർ സൈക്കിൾ. ഓക്കെ. അതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. താങ്ക് യു.